അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ നമ്മുടെ കടയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്, ഏതൊക്കെ വലിപ്പമുള്ള മീനാണ് നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നത്, ഏതൊക്കെ മീനാണ് നമ്മളിന്ന് കട്ട് ചെയ്ത ആൾക്കാർക്ക് കൊടുത്തതെന്നൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഉണ്ട് നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പതിവ് പോലെ നമ്മളിന്ന് വെളുപ്പിന് 5 മണിക്ക് തന്നെ കട തുറന്നെങ്കിലും നമുക്ക് മീൻ കൂടുതലായിട്ട് വന്ന് തുടങ്ങുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണി, 6:30, 7 മണി, 8 മണി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രാവിലെയാണ് പൊതുവേ നമുക്ക് മീൻ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഇന്നുണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള മീനാണ് നമ്മുടെ ചാക്കോ ചേട്ടനി ജോഷി കൊണ്ടുപോയി കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അതൊരു വലിയ കാളാഞ്ചി ആയിരുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ഫിഷ് ടാങ്കിൽ ലൈവായിട്ട് കാളാഞ്ചി ഉണ്ടായിരുന്നു. രാവിലെ ആയിരുന്നുണ്ട്, രാവിലെ തന്നെ നമ്മുടെ ലൈവ് ഫിഷ് ടാങ്കിലുള്ള മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചെമ്മീനായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ പൂമീൻ ഉണ്ടായിരുന്നു, ചാള ഉണ്ടായിരുന്നു, ചൂടൻ ചെമ്മീൻ ഉണ്ടായിരുന്നു, നാരഞ്ഞെമ്മീൻ, വനാമി ചെമ്മീൻ, അങ്ങനെ 3 തരത്തിലുള്ള ചെമ്മീൻ. പിന്നെ ഞണ്ട് അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു, കരിമീൻ ഉണ്ടായിരുന്നു, കാളാഞ്ചി, ചെമ്പല്ലി ഇന്ന് കുറവായിരുന്നു, പിന്നെ കണമ്പ് ഉണ്ടായിരുന്നില്ല. ആ വക ഐറ്റംസൊക്കെ നമുക്കിന്ന് കുറവായിരുന്നു കേട്ടോ. കുറയാനായിട്ടുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചൂട് തന്നെയാണ്. എന്താണ് ചൂടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ചൂടാണ്. വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു ചൂടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കണം, ഇപ്പോൾ കൽപ്പണിക്ക് അല്ലെങ്കിൽ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരെയൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും അവരെ ബഹുമാനിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ചൂടാണ് ഈ ഒരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മളുടെ ഫിഷിംഗ് മേഖലയും ഈ ഒരു ചൂട് ബാധിച്ചിട്ടുണ്ട്. പുഴയിലാണെന്നുണ്ടെങ്കിൽ മീൻ വളരെ കുറവാണ്. ഇപ്പോൾ പിടുത്തക്കാർക്കാണെങ്കിൽ പോകാനും കൂടിയും പറ്റാത്ത അവസ്ഥയാണ്. അതായത് അറിയാലോ, ഇപ്പോൾ ഈ ഒരു സമയത്ത് പുഴയിൽ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരു നട്ടപ്പുറ വെയിലത്ത് ആ പുഴയിൽ സെൻറ്ററിൽ പോയിട്ട് വഞ്ചിക്കൊക്കെ പോയിട്ട് മീൻ പിടിക്കാമെന്ന് പറഞ്ഞെങ്കിൽ അത് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് മീനും അവൈലബിലിറ്റി കുറവാണ്. പിടുത്തക്കാർ പോകാതിരിക്കുന്നതുകൊണ്ട് തന്നെ മീനും കുറവാണ്. പിന്നെ തക്കം മാറി വരുന്നുണ്ട്. ഇപ്പോൾ രാത്രി തക്കം ആണെന്നുണ്ടെങ്കിൽ മീനൊക്കെ നമുക്ക് വെളുപ്പിന് വരും, അല്ലെങ്കിൽ പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഇന്ന് രാവിലെ ഈ കാണുന്ന പോലെ ചൂടൻ ചെമ്മീൻ ഉണ്ടായിരുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ കാണുന്ന പോലെ ചൂടൻ ചെമ്മീൻ, അതും ജീവനുള്ള ചെമ്മീൻ നമുക്ക് കിട്ടണേ കേട്ടോ. അതുകൂടാണ്ട് തന്നെ ഈ കാണുന്ന പോലത്തെ നാരഞ്ഞെമ്മീൻ ഉണ്ട്. നാരഞ്ഞെമ്മീൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈ ആഴ്ച ഇത്തിരി കുറവായി തുടങ്ങിയിട്ടുണ്ട് അവൈലബിലിറ്റി. പിന്നെ എന്ന് പറഞ്ഞാൽ കരിമീൻ ഉണ്ടായിരുന്നു. കരിമീൻ അത്യാവശ്യക്കാർക്ക് കൊടുക്കാനുള്ള കരിമീനൊക്കെ നമ്മുടെ കടയിൽ ഇന്നുണ്ടായിരുന്നുണ്ട്. അതും നാടൻ കരിമീനായിരുന്നുണ്ട്. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഈ കാണുന്ന വനാമി ചെമ്മീനാണ്. ഇതാണ് വളർത്തു ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് ചെമ്മീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 360, 380 ആ ഒരു റേഞ്ചിലായിരുന്നു. നമുക്ക് വലിപ്പം അനുസരിച്ച് നമ്മളിന്ന് ഇതേപോലത്തെ വനാമി ചെമ്മീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നുണ്ട്. അതുകൂടാണ്ട് ഈ കാണുന്ന പോലത്തെ നാരഞ്ഞെമ്മീൻ കണ്ടോട്ടാ. നാരഞ്ഞെമ്മീനും വനാമി ചെമ്മീനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ. അതിൻ്റെ കളർ തന്നെ നല്ല വ്യത്യാസമുണ്ട്. വനാമി ചെമ്മീനാണെങ്കിൽ ഈ ഒരു ഗ്രേ ഷെയ്ഡൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ നാരഞ്ഞെമ്മീനാണെന്നുണ്ടെങ്കിൽ ഇത്തിരി യെല്ലോ മഞ്ഞ കലർന്ന ചില സമയത്ത് മഞ്ഞ നല്ല കടും മഞ്ഞയൊക്കെ ആയിട്ട് വരും. അതായത് വെള്ളത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഇതിൻ്റെ ചെമ്മീത്തിൻ്റെ ക്വാളിറ്റി കളറിനും വ്യത്യാസം വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നാടൻ ചാള ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നാടൻ ചാള എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണൻകോട്ടയിലെ കടയിൽ ചാള മത്തിയൊക്കെ രാവിലെ ഒരു 7 മണിക്ക് ശേഷം അവൈലബിലിറ്റി കുറവായിരിക്കും, ഉണ്ടാവില്ല. നമ്മുടെ വലിയ പറമ്പിലും മഞ്ഞമരടിയിലുള്ള കടയിലായിരിക്കും മത്തിയൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ മത്തി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ 7 മണിക്ക് മുൻപായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നാടൻ മത്തി കിട്ടോട്ടെ. അങ്ങനെ 7 മണിക്ക് മുൻപായിട്ട് തന്നെ നമ്മുടെ കടയിൽ ഒരു കസ്റ്റമർ വാങ്ങിച്ച മത്തി സീതമ്മയും നമ്മുടെ അനിത ചേച്ചിയും കൂടി നന്നാക്കുന്ന ഒരു കാഴ്ചയുണ്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ രാവിലെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നുണ്ട്. അപ്പോൾ തിരക്കെന്ന് പറയുമ്പോൾ ചെറുമീനുകൾക്കായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. ദിവസമാണല്ലോ. അതുകൂടാണ്ട് തന്നെ നമ്മുടെ കടയിൽ ഇന്ന് കൂടുതലായിട്ട് ചെറുമീനുകൾ തന്നെയായിരുന്നു കേട്ടോ. കരിമീൻ, പിന്നെ അങ്ങനത്തെ ചെറിയ ചെമ്മീനൊക്കെ പോലെ, പിന്നെ വലിപ്പമുള്ള മീനായിട്ട് ഈ കാണുന്ന പോലത്തെ പൂമീനും കാളാഞ്ചിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാക്കോച്ചേട്ടൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ 2 പൂമീൻ കൂടി ഈ കാണുന്ന പോലെ 10 കിലോയ്ക്ക് മേലെ തൂക്കും ആ 2 പൂമീൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂമീൻ്റെ ചാക്കോച്ചേട്ടൻ നേരെ കൊണ്ടുപോയിട്ട് അവിടെ ചാക്കോച്ചേട്ടൻ്റെ ഏരിയയിൽ കൊണ്ടുപോയിട്ട് വെട്ടാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പൂമീൻ ചാക്കോച്ചേട്ടനും ഒരു പൂമീൻ സിദ്ധിനും കൂടി കൊണ്ടുപോയി കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന ചൂടൻ ചെമ്മീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നത് പറഞ്ഞാൽ 240 രൂപയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടൻ ചെമ്മീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് അതിരാവിലെ വന്നവർക്ക് മാത്രമേ ചൂടൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി അതിനുശേഷം ഒരു 7:30 ശേഷം വന്ന കസ്റ്റമേഴ്സിന് ആർക്കും ചൂടൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീനായിരുന്നു. അതുകൂടാണ്ട് തന്നെ കരിമീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വലിപ്പവും വിലയിലും ഉള്ളതുണ്ടായിരുന്നു. 200 മുതൽ 240, പിന്നെ 300. ഈ കണ്ടെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 400 രൂപയുടെ കരിമീനുണ്ടാക്കി കവറിലാക്കി കൊടുത്തു. പിന്നെ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനാമി ചെമ്മീൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ ഒരു നമ്മുടെ വളർത്തു ചെമ്മീനാണ്. അപ്പോൾ ആ ഒരു ചെമ്മീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 360 രൂപയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും അത്യാവശ്യം ആൾക്കാർ
ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലുപ്പമുള്ള നല്ല ഫ്രഷ് ചെമ്മീൻ കണ്ടില്ലേ, നല്ല അടിപൊളി വലുപ്പമുള്ള ചെമ്മീനായിരുന്നു കേട്ടോ. നല്ല റോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ അച്ചാറിടാനായിട്ട് ഞാനിത് സജസ്റ്റ് ചെയ്യില്ല, എന്ന് വെച്ചാൽ വലുപ്പം ഇതിരി കൂടുതലായിരുന്നു. ഇത് അത് കൂടാണ്ട് നമ്മുടെ കടയിൽ നല്ല ഞണ്ടുകൾ ഉണ്ടായിരുന്നു. 200 രൂപ മുതൽ ഞണ്ടുകൾ ഇന്ന് അവൈലബിൾ ആയിരുന്നുണ്ട്. 200, 300, 500, പിന്നെ 600, പിന്നെ അങ്ങനെ കമ്പനി ഞണ്ടുകൾ, അതായത് എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന ഞണ്ടുകൾ ഇഷ്ടം പോലെ നമ്മുടെ കടയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ സിദിന് എടുക്കണ ഞണ്ടെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 300 രൂപയുടെ ഞണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ലൈഫ് ഫിഷ് ടാങ്കിൽ ഉണ്ടായിരുന്ന മീൻ എന്ന് പറഞ്ഞാൽ കാളാഞ്ചി ആയിരുന്നു കേട്ടോ. കാളാഞ്ചി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 കിലോ 3 കിലോ സൈസ് വരുന്ന കാളാഞ്ചി വരെ നമ്മുടെ ലൈഫ് ഫിഷ് ടാങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉച്ചവരെയൊക്കെ നമ്മുടെ ലൈഫ് ഫിഷ് ടാങ്കിൽ മീൻ അവൈലബിൾ ആയിരിക്കും. അതിനുള്ളിൽ ഈ മീനൊക്കെ എല്ലാവരും വിറ്റ് പോകാറുണ്ട്. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും ഉച്ചയ്ക്ക് ശേഷമായപ്പോഴേക്കും ഈ മീനൊക്കെ വിറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാളാഞ്ചി ഇന്ന് എല്ലാവർക്കും നമുക്ക് ലൈവായിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സീതമ്മയും അംബിക ചേച്ചി വനിത ചേച്ചി കൂടി നന്നാക്കുന്ന ഈ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനാമി ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്മീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 340 രൂപയ്ക്കാണ്. പിന്നെ നമ്മുടെ അംബിക ചേച്ചിയും സീതമ്മയും മാത്രമാണ് വനാമി ചെമ്മീൻ കിള്ളുന്നത് കേട്ടോ. നമ്മുടെ അനിത ചേച്ചി കിള്ളുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാരൻ ചെമ്മീനാണ്, നമ്മുടെ പുഴയിലെ നാരൻ ചെമ്മീനാണ്. അപ്പോൾ 3 പേരും 2 വെറൈറ്റി ചെമ്മീനാണ് കിള്ളുന്നതെങ്കിലും 3 പേരും ചെമ്മീനാണ് നന്നായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കടയിൽ നിന്നുണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പം ഉണ്ടായിരുന്ന കാളാഞ്ചി ഇത് ഈ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ 7.25 കിലോ തൂക്കമുണ്ടായിരുന്ന ഒരു നാടൻ കാളാഞ്ചിയാണിത്. അപ്പോൾ വലയിൽ കിട്ടിയ കാളാഞ്ചിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ ഓർഡറിന് വേണ്ടിയിട്ട് നമ്മുടെ ചാക്കുചേൻ്റെ കയ്യിലോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പോവേണ്ട നമ്മുടെ ജോഷി പാപ്പ. എന്തായാലും നമുക്ക് നമ്മുടെ ഒരു ഫിഷിംഗ് ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ 30-ാം തീയതി വരെയാണ്, ഏപ്രിൽ 30-ാം തീയതി വരെയാണ് അതിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അന്ന് ഇപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള കാളാഞ്ചി എന്ന് പറഞ്ഞാൽ 17 കിലോത്തിൻ്റെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് 7.25 കിലോ ഉള്ള ഒരു കാളാഞ്ചിയാണ്. അപ്പോൾ 17 കിലോത്തിൻ്റെ കാളാഞ്ചിയുടെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. അപ്പോൾ ഇനി 2-3 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ അതിനകം ആരായിരിക്കും ഫിഷിംഗ് ചലഞ്ച് കൊണ്ടുപോകാൻ, അതിൻ്റെ പ്രൈസ് കൊണ്ടുപോകാൻ പോകണമെന്ന് നമുക്ക് കണ്ടറിയാട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള കാളാഞ്ചി തന്നെയായിരുന്നു. സാധാരണഗതിയിൽ നമ്മുടെ കടയിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്ന കാളാഞ്ചി എന്ന് പറഞ്ഞാൽ 2 കിലോ 3 കിലോ ഒക്കെ സൈസ് വരുന്ന കാളാഞ്ചിയാണ്. ഇതേപോലത്തെ അത്യാവശ്യം വലിപ്പമുള്ള കാളാഞ്ചിയൊക്കെ നമുക്ക് റെയർ ആയിട്ടാണ് ഇപ്പോൾ കിട്ടാറുള്ളത് കേട്ടോ. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടായതിൻ്റെ പേരിൽ പിടുത്തക്കാരും പോകണമെന്ന് കുറവായിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കസ്റ്റമർ നേരത്തെ ഓർഡർ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാളാഞ്ചി ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് മീൻ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയും ചെറുതാണ്ട. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.